രാഷ്ട്രങ്ങളടങ്ങിയ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രത്യേക ഉച്ചകോടിയും ചേരും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ന് തായ്ലൻഡിലേക്ക് പുറപ്പെടും. ഉച്ചകോടിക്കിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ചൈനീസ് പ്രധാനമന്ത്രി വെൻ ജിയാബോയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. അരുണാചൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചൈനയുമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അരുണാചൽ സന്ദർശിച്ചതിനെ ചൈന എതിർത്തിരുന്നു. എന്നാൽ ചൈനയുടെ നിലപാടിനോട് ഇന്ത്യ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ടിബറ്റൻ ആത്മീയ നേതാവ് ദലായ് ലാമയുടെ അരുണാചൽ സന്ദർശന തീരുമാനത്തെ ചൈന രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ചൈനീസ് പ്രധാനമന്ത്രിയുമായുള്ള ഡോക്ടർ സിംഗിന്റെ കൂടിക്കാഴ്ചയ്ക്ക് തീയതിയോ സമയമോ നിശ്ചയിച്ചിട്ടില്ലെന്ന് പൂർവേഷ്യൻ രാജ്യങ്ങൾക്കായുള്ള സെക്രട്ടറി ശ്രീ എൻ രവി അറിയിച്ചു. നഗരസഭകളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളിലും സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ബില്ലിന് കേന്ദ്ര ക്യാബിനറ്റ് അന്തിമ രൂപം നൽകി. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ 72.26 കോടി രൂപ അനുവദിക്കാനും കേന്ദ്ര ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. നിലവിൽ 1/3 സംവരണമാണ് നഗരങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്കുള്ളത്. ഇത് 50% ഉയർത്താൻ